ഹലോ ഗൈസ്, എല്ലാവർക്കും റിന്യൂ ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതാണ് ചിക്കൻ ബിരിയാണി. അപ്പം ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ സവാള വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കരിവേപ്പില ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് തക്കാളി മുറിച്ചിടാം. പിന്നെ നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേൽ വാഴയില വെക്കാം, ദമ്മിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി നെയ്യ് ഒഴിച്ച് ഡാൽഡയും ഒഴിച്ച് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ചേർത്ത് കൊടുക്കാം. വലിയുള്ളിയും ക്യാരറ്റും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റാം. ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം നമ്മളെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദം ഇടാം. ഇതിൻ്റെ മുകളിൽ മല്ലിയില ഡെക്കറേഷന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം.
നമ്മളെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.